അർജുൻ മരണപ്പെട്ടു, ലഭിച്ചത് അർജുൻ്റെ മൃതദേഹ ഭാഗം തന്നെയാണ് എന്ന കുടുംബം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ DNA പരിശോധന എന്നത് നിയമപരമായ നടപടിയാണ്. എന്നാലും അത്ര അത്യാവശ്യമില്ല എന്നാണ് കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്നതെന്ന് തന്നെയാണ്. കാരണം ഈ വിവരം കുടുംബം ഉൾക്കൊണ്ടു, നാട്ടുകാർ ഒന്നടങ്കം തന്നെ ഉൾക്കൊണ്ടു. അർജുൻ്റെ ബന്ധുക്കൾ, കൂടുതലായി സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും വീട്ടിലേക്ക് തന്നെ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അതായത് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം സംസ്കാര ചടങ്ങുകൾ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾ വരുന്ന സമയത്ത് ഇരിക്കുന്നതിന് വേണ്ടി കൂടുതൽ കസേരകളൊക്കെ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഒപ്പം വീട്ടിലിവിടെ പന്തലുമൊക്കെ ഇതിനകം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ DNA പരിശോധന ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി അനിവാര്യമാണ്. എങ്കിൽ തന്നെയും ഈ ലോറിൻ്റെ ക്യാബിനിൽ നിന്നാണ് ഈ മൃതദേഹ ഭാഗം ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ അത് അർജുനാണ് എന്ന് 99% ഉറപ്പിക്കുക തന്നെയാണ് കുടുംബം. അതുകൊണ്ട് തന്നെയും അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കണ്ണാടിക്കിലെ വീട്ടിൽ ഉള്ളത് എന്നതാണ്. ഞാൻ ഈ വീടിനകത്ത് കയറി അർജുൻ്റെ അച്ഛനും അമ്മയും ഭാര്യയോടും സഹോദരിയോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ കണ്ണീരിലാണ്. അതിൽ മാധ്യമങ്ങളോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പ്രതികരിക്കുകയും ചെയ്തത്. കാരണം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല എന്നതാണ്. ഇത്രയും നാളുകളായി ആ കുടുംബം തേടിയിരുന്ന ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. 71ാം ദിവസമാണ്. ജൂലൈ 16 മുതൽ ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ ഓരോ തവണയും കാലാവസ്ഥ പ്രതികൂലമായി വരുമ്പോഴും സാങ്കേതിക സംവിധാനങ്ങൾ അത് അപര്യാപ്തമായി വരുന്ന സമയത്തൊക്കെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതും തിരച്ചിൽ അവസാനിപ്പിക്കരുത്, നമുക്ക് അർജുനെ കിട്ടണം എന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അതിൽ വലിയ ഈ കാലാവധി വന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ കുടുംബം പറഞ്ഞിരുന്നത് അർജുൻ്റെ ശരീരഭാഗങ്ങളെങ്കിലും അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനായി ലഭ്യമാകണം എന്നതാണ്. അപ്പോൾ അവർ ഉൾക്കൊണ്ടതാണ് നേരത്തെ തന്നെ. അപ്പോൾ ആ വിധത്തിൽ ഇന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും കൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം ഇപ്പം ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അംഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. അവർ മുഖ്യമന്ത്രിയെ കണ്ട് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലും സംസാരിച്ചിരുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അർജുന ജീവനോടെ കിട്ടണമെന്നതാണ്. പക്ഷേ ആ കാലതാമസം നമുക്ക് അറിയാവുന്നതാണ്. ഇനി കുടുംബമായി സംസാരിച്ചോ, ഇങ്ങനെയൊക്കെ ബാക്കി കാര്യങ്ങൾ? വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു, ജിതിനുമായിട്ട് സംസാരിച്ചിരുന്നു, മനാഫുമായിട്ട് സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ സഹപ്രവർത്തകർ അവിടെ ശിരൂരിലുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തീർച്ചയായിട്ടും DNA ടെസ്റ്റ് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബവും അതിന് അനുകൂലം തന്നെയാണ്. അതേപോലെ തന്നെ ഏറിയ കാലം, കുറേ ദിവസങ്ങൾ വിഷമിച്ച ഘട്ടത്തിൽ സമൂഹവും നമ്മുടെ അർജുൻ്റെ അമ്മയും ലോറി ഉടമയും സ്വന്തം മകനെ കിട്ടണമെന്നുള്ള അമ്മയുടെ ഒരു വിലാപവും, അതേപോലെ തന്നെ തൻ്റെ സഹോദരനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, ഡ്രൈവറിനുപരിയായിട്ട് സഹോദരനെ തിരിച്ചു കിട്ടണമെന്ന് മനാഫിൻ്റെ കഠിന പ്രയത്നവും നമുക്കെല്ലാവർക്കും മനസ്സിലാകും. ആ വിഷയത്തിൽ നമുക്കൊരു ആശ്വാസം നമുക്ക് വരുന്നു. എങ്കിൽ നമുക്ക് അർജുനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വലിയ വേദന നമുക്കുണ്ട്. പക്ഷേ കുടുംബത്തിന് അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ, നമ്മുടെ സമൂഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. അതുതന്നെയാണ്. നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തെരച്ചിലായിരുന്നു. ഇത്രയും പല ഘട്ടങ്ങളിലായി അവസാനം ഇത്രയും ദിവസത്തിന് ശേഷം ലോറി ഉയർത്തുന്നു, ശരീരഭാഗം കണ്ടെത്തുന്നു. അതെ, തീർച്ചയായിട്ടും ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമുക്കും ചില സമയത്ത് ചില കാട്ടിക്കൂട്ടലുകളാണോ നടത്തുന്നത് എന്നുള്ളൊക്കെ ഒരു ധാരണ വന്നുപോയി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രണ്ട് സർക്കാരുകളും ശക്തമായി നിലകൊള്ളുകയും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്വാസകരമായ ഒരു വാർത്ത എത്തി. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരൊറ്റക്കെട്ട്, ഒരു മനസ്സ്, അതാണ് നമ്മളിതിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും സംസാരിച്ചത് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഈ തിരച്ചിൽ അതിലൊരു ലാഘവമുണ്ടോ എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇവർ നേരത്തെ മുഖ്യമന്ത്രിയെ കാണുകയും നിവേദനം നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഷിരൂരിൽ ഈ അവസാന ദിവസവും അവിടെ എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. അവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും കുടുംബം ഈ കാര്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു. ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കണ്ണാടിക്കിലെ അർജുൻ്റെ വീടും ഈ നാടൊന്നടങ്കം തന്നെയും കടന്നുകൊണ്ടേയിരിക്കുന്നത്. ഒപ്പം മൃതഭാഗം ഇവിടേക്ക് കൊണ്ടുവന്ന് ബാക്കി സംസ്കാര നടപടികളടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്.
ശ്രീ രാഹുൽ ഉള്ളത് കണ്ണാടിക്കലാണ്, കോഴിക്കോട് കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. DNA പരിശോധന വേണ്ടാതെ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ അതിലേക്ക് പോകണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും DNA പരിശോധന നടത്തും പ്രോട്ടോകോൾ അനുസരിച്ച് എന്നുള്ളതാണ് നമുക്ക് ശിരൂരിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം.